അങ്ങനെ ഇന്ന് നമ്മളൊരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കല്യാണം നാളെയാണ്, ഇന്ന് തലയ്ക്കും ദിവസം. അങ്ങനെ നമ്മൾ ഉച്ചയോടുകൂടി അവിടെ എത്തി കേട്ടോ. എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളാണ് കേട്ടോ ലാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എവിടെയും നമ്മൾ ലേറ്റ് ആണല്ലോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ. വീട്ടിലുള്ളവർ തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. കാറ്ററിങ്ങിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളായിരുന്നു ലാസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പന്തലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കാര്യം വൈകിട്ടത്തേക്ക് റിസപ്ഷനിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ട്. അതിനുശേഷം എന്താ പിള്ളേരെ എല്ലാവരും കൂടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവിടെ കിടന്നിട്ട്. പിന്നെ എൻ്റെ വാസുകുട്ടി പറയണ്ടല്ലോ, 10 ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കരച്ചിലും നിർബന്ധമൊക്കെ ആയിരുന്നു. അതിനുശേഷം എന്താ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി പിള്ളേരെ എല്ലാവരെയും കൂട്ടി ആ വീട്ടിൻ്റെ താഴെ വശത്തായിട്ട്, പണ്ട് വയലായിരുന്നു, അവിടെ തോടും എന്താ പറയുക കൊച്ചു കൊച്ചു കൃഷിയും ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാനൊന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പിള്ളേരെയും കൂടി കൂട്ടിയിട്ട് അവരെല്ലാവരും കൂടി താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, തോടും വയലും ഒക്കെ കാണാനായിട്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. വാസുകുട്ടിയും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചിറ്റിയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ചില്ലടിച്ച് നടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഇറക്കമായിരുന്നു കേട്ടോ, പക്ഷെ തിരിച്ച് ഭയങ്കര കയറ്റമാണ്. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാം ഓടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാ ഈ മുതുക്ക് മരം കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും റിവേഴ്സ് അടിച്ചൊക്കെ കയറുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഈ ബലൂണിന് വേണ്ടിയുള്ള അടിയായിരുന്നു കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഓരോ ബലൂൺ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോന്നോരോന്ന് പൊട്ടുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നത് വേണമെന്നുള്ള നിർബന്ധം പിടിച്ച് എല്ലാവരും കരഞ്ഞു. പെൺകുട്ടി നമ്മൾ ചെന്നപ്പോൾ റെഡിയാവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ ഒരുങ്ങിയിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ പെൺകുട്ടീനെ കണ്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. റിസപ്ഷന് നിൽക്കാൻ പറ്റിയിരുന്നില്ല, നമുക്ക് വേറൊരു റിസപ്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പരിഭവമൊക്കെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്.